നമ്മളെ ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്ന മേഡം ചെയ്ത മസാജിനെ പറ്റിയിട്ട് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കലിനെ അറിയാലോ. കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇക്കി കരഞ്ഞ ശ്രീലക്ഷ്മി അറക്കൽ, അതായത് ഒരു ധൈര്യവും ഇല്ലാതെ കരഞ്ഞ് നിലവിളിച്ചു പോയ, ഇപ്പോഴ് കുറച്ച് ധൈര്യത്തോടു കൂടി വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവരുടെ മസാജ് വീഡിയോകൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്കും ഇവരുടെ കയ്യിൽ നിന്നും ഒരു മസാജ് കിട്ടിയിരുന്നു എങ്കിൽ എന്ന്. പിന്നെ ഇവരുടെ ബോഡി, അത് എന്ത് ഭംഗിയാണ്. ബ്ലാക്ക് ആയിട്ടുള്ള ആണുങ്ങളുടെ ശരീരങ്ങൾ ഭയങ്കര ആകർഷണം തോന്നുന്ന ഒന്നാണ് എന്ന് ഞാൻ പണ്ടും പറഞ്ഞതാണ്. ആർക്ക്? എല്ലാവർക്കുമാണോ? എനിക്കറിയില്ല കേട്ടാ. അതായത് നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ. ഇവരുടെ മസിൽ ഉള്ള ആ കിടിലൻ കറുത്ത സെക്സി ബോഡി, അവരുടെ ഫിസിക്ക് അവർ മസാജ് ചെയ്യുന്ന രീതി ആരും കൊതിച്ചു പോകും. അതും വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൊണ്ടുപോയി പ്രകൃതി രമണീയമായ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിദത്ത സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളും സുഗന്ധ ദ്രവ്യങ്ങളും ഉപയോഗിച്ച് ഒരു സമാധാന മൂട് വരുത്തി, വലിയ ബട്ടറൊക്കെ ഉപയോഗിച്ച് കിടിലൻ മസാജ്. അരുണിമ എന്ത് ഭാഗ്യവതി എന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയായ അരുണിമയോട് എനിക്ക് ഈ കാര്യത്തിൽ അസൂയയുണ്ട്. എനിക്ക് നേരെ സൈബർ അതിക്രമം ഉണ്ടായപ്പോൾ എന്നെ ഏതോ രാജ്യത്തിരുന്ന് വിളിച്ച് സപ്പോർട്ട് ചെയ്തതും അരുണിമയാണ്. പിന്നെ തലയിൽ ലിംഗവും ചുമന്ന് നടക്കുന്ന കഴുതകൾക്ക് ഒരു മസാജ് കാണുമ്പോഴേ അവരുടെ തലച്ചോറിൽ ചുമന്ന് നടക്കുന്ന ഉപയോഗമില്ലാത്ത സാധനത്തിൻ്റെ സാധ്യതകൾ മാത്രമേ വരൂ, മനസ്സിൽ തെളിഞ്ഞു വരൂ. അത് സ്വാഭാവികം. യു ഗോ ഗേൾ. സ്ത്രീകൾ പലതരത്തിലുള്ള സുഖങ്ങൾ ആസ്വദിക്കട്ടെ. നിങ്ങളിവിടെ കുരുപൊട്ടി ഒലിപ്പിച്ച് നടന്നോ എന്നാണ് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന 2-3 ആഴ്ച മുഴുവൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് എന്നെ ആരുമൊന്നും വിളിക്കല്ലേ എന്ന്, എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് നടന്ന ആ സ്ത്രീ പറയുകയാണ്, സ്ത്രീകൾ പലതരത്തിലുള്ള സുഖങ്ങൾ ആസ്വദിക്കട്ടെ എന്ന്. എൻ്റെ പൊന്ന് സ്ത്രീകളെ, നിങ്ങൾ ഇവരൊന്നും പറയുന്നത് കേട്ടിട്ട് വീഴേക്കല്ലേ. വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഇവരൊക്കെ ഒരു ടീച്ചറാണെന്നാണ് പറയുന്നത്. ആ കുട്ടികളെ നിങ്ങൾ, അതായത് മാതാപിതാക്കൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തേക്ക് വിട്ടത് എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഒരു വകை ആൾക്കാരൊന്നും വിടൂല, വേറെയൊന്നുമല്ല. അതായത് വേറെ ഇവർ ഉപദ്രവിക്കുന്ന അതൊന്നുമല്ല. ആ കുട്ടികൾ ചിലപ്പോഴേ ചിലപ്പോൾ ആ കുട്ടികളെയും കൂടി ഇതുപോലെ പറഞ്ഞു കൊടുക്കും, മക്കളെ ഇതാണ് സംഭവം, അല്ല ഇതാണ് ഞാൻ, എന്നെ കാണുന്നില്ലേ, 10 പേരോടൊക്കെ ചെയ്തിട്ടും എന്നെ കാണുന്നില്ലേ. ആ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഇവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ടീച്ചറെടുക്കുക കൊണ്ടുപോയി ആക്കണം. അതായത് മക്കളെ പഠിപ്പിക്കുന്നത് നമ്മൾ വലിയ ആളാക്കാനാണ്, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇമാതിരി കോപ്രായം കാണിക്കാനൊന്നും അല്ലല്ലോ. ഏതായാലും ഇതിന് വന്നൊരു 350 കമൻ്റ് ഉണ്ട്. കുറച്ച് കമൻറ്റ് കൂടി ഒന്ന് വായിക്കാം. വേണ്ട, കുറേയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആണ്, മനസ്സിലായ? അതൊക്കെ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല, ഒന്നും വായിക്കാൻ കഴിയാത്ത ഒരു ഇതാണ്. അയ്യോ, അതിൻ്റെ അടുക്ക് മറ്റേ ഇയാളും വന്നായിരുന്നു, എന്നാൽ നമ്മളെ ചങ്ങായില്ലേ, അതായത് ഇവരൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ എന്നാണ് ചങ്ങായി ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു പിന്നെ കന്നി കുസൃതിൻ്റെ തന്താന്ന് ഒരാളുണ്ടല്ലോ, മത്രയനും വന്നിട്ടുണ്ട്. അതിൽ ആ ഒരുത്തൻ കേട്ടോ, ഒരു സ്റ്റീഫൻ ജോൺ എന്ന് പറയുന്ന ഒരുത്തൻ ഭയങ്കരമായിട്ട് പിന്തുണക്കുന്നുണ്ട്. സത്യത്തിൽ ശ്രീലക്ഷ്മി പറഞ്ഞത് സത്യമാണ്. ഇത് കേരളത്തിലെ വൻമരങ്ങൾ അംഗീകരിക്കില്ല, പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ തീറ്റിക്കത്തുമില്ല, അസൂയാണ്. അതായത് ഈ അരുണിമ എന്ന് പറയുന്ന സ്ത്രീ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ളൊരു വലിയ ഒരു മനുഷ്യൻ്റെ, അതായത് പിന്നെ അവിടെ ഈ മസാജ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുരുഷനാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള സമ്പ്രദായം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി ഏതെങ്കിലും സ്പായിൽ ചിലപ്പോഴും നടക്കുന്നുണ്ടാകാം, പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും ചെയ്യുന്നത് നടക്കുന്നുണ്ടാകാം. പക്ഷെ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അസുഖത്തിൻ്റെ ഇതിനാണ് പോയതെങ്കിൽ ഒരിക്കലും ഇവരിത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതായത് ഇവരുടെ അസുഖം മാറാനാണ് പോകുന്നതെങ്കിൽ എന്തിനാണ് ഒരു പുരുഷനെ കൊണ്ട് തന്നെ മസാജ് ചെയ്യേണ്ട ആവശ്യം? അതെന്താ അവിടെ സ്ത്രീകളൊന്നും ഇല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും ഇവർ പോയി പെട്ടുപോയതാണെന്നാണ്
എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഒരിക്കലും ഇവർ അറിഞ്ഞുകൊണ്ട് പോയതില്ല, പോയി പെട്ടുപോയി. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വ്യൂസും മുഖ്യമാണ്. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60Kയും 50Kയും ഉള്ള അരുണിമയ്ക്ക് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് എന്ന് പറഞ്ഞാൽ 1 മില്യണിലധികം വ്യൂസാണ് വന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് വ്യൂസ് വേണം. അതിനു വേണ്ടിയിട്ട് തന്നെയല്ലേ എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പോൾ അരുണിമ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു മസാജ് സെൻറ്ററിൽ പോകുന്നു ഒരിക്കലും പോകാൻ പാടില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളും പോകരുത്. അരുണിമ പോയി എന്ന് കരുതിയിട്ട് നാളെ മറ്റുള്ളവരും പോകാതിരിക്കത്തൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് വ്യൂസാണ്. കാരണം ഇതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മളെ നാട്ടിൽ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അരുണിമ പോയെടുത്ത് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ നിൽക്കില്ല. ചില ആൾക്കാരൊക്കെ ഇതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ അരുണിമേൻ്റെ അടുത്ത് അഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടാകും. കാരണം ഇതിൽ പല ആൾക്കാരും പോകുന്നതെന്ന് തന്നെ സുഖത്തിന് തന്നെയാണ്. കുറച്ചു മുമ്പ് തന്നെ ഒരുത്തം വന്നിട്ടിരുന്ന് പറയുകയാണ്, അതായത് ഞാൻ ഒരുപാട് ആൾക്കാരുടെ പോകണ്ട, എന്നെ ബുക്ക് ചെയ്യാണ്ട് 25,000 രൂപ കൊടുത്തിട്ടേന്ന്. എനിക്ക് അതിശയമാണ് തോന്നി. കേരളത്തെ പോലെയുള്ള ഒരു സ്ഥലത്ത് 25,000 രൂപയ്ക്ക് ഇവനെ പോലെയുള്ള വേട്ടാവളിയന്മാരെ വിളിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ദാരിദ്ര്യമാണോ കേരളത്തിൽ എന്ന് പോലും തോന്നിപ്പോയായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവനൊക്കെ പിന്നെ വയ്യാവേലിയായിട്ട് മാറുവയ്യ. അതാണ് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വയ്യാവേലിയായി. അതായത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി അവർക്ക് മുഴുവൻ ഭാര്യയായിരിക്കുവാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനും നാളെ മുതൽ എന്തൊക്കെയോ തുറന്നിങ്ങനെ പറയാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ നേർവഴിയൊന്നല്ല ഇതൊക്കെ കെട്ട വഴി തന്നെയാണ്. ആൾക്കാർ പലതും പറയും. ശ്രീലക്ഷ്മി അറക്കലും അതുപോലെ തന്നെ അരുണിമയും പലതും പറയും. നിങ്ങളാരുടെ വഴിയൊന്നും പോകണ്ട. നിങ്ങളൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് കുടുംബവും സമാധാനവും ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇമാതിരി കോപ്രായത്തിനൊന്നും പോകണ്ട. അതായത് ശ്രീലക്ഷ്മി അറക്കൽ പറയുന്ന പോലെ പെണ്ണുങ്ങൾ ഒരുപാട് സുഖം അനുഭവിക്കട്ടെ, അങ്ങനെ അനുഭവിക്കാനൊന്നും നിങ്ങളാരും പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവർ പലതും പറയും. കാരണം എന്താ അറിയാം, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ വളരെയധികം നിരാശയും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശ്രീലക്ഷ്മി അറക്കലയെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവർ ഇതിനിടയ്ക്ക് പൊട്ടിക്കരഞ്ഞ എന്തിനാണ്? ആവശ്യമുള്ള സമയത്ത് അവർക്കൊരു ഒരു കുടുംബജീവിതം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തെ പറ്റി ചിന്തിക്കാൻ കൂടി കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരുപാട് പേര് അത്രയും മോശപ്പെട്ട മെസ്സേജൊക്കെയാണ് കൊടുക്കുന്നത്. അതായത് ഇവർ ആദ്യകാലങ്ങളിൽ ചെയ്ത ചില വീഡിയോസ് അത് കണ്ടാൽ തന്നെ അറിയാം ഇവരും പൈസയും എല്ലാവർക്കും വ്യൂസാണ് മുഖ്യം, അല്ലാതെ വേറെയൊന്നുമല്ല. അതുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കലിന് നല്ല രീതിയിലുള്ള അസൂയ നല്ല രീതിയിൽ ജീവിക്കുന്നവരോടുണ്ട്. അത് പൊളിച്ചു കൊടുക്കാനാണ് ഇവർ കൃത്യമായിട്ടും എന്നാണ് പറയേണ്ടത് ഇതുപോലുള്ള പോസ്റ്റുകൾ നിരന്തരം ഇടുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. ഈ അരുണിമേനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല. അരുണിമ ചെയ്തത് മോശം തന്നെയാണ്. കാരണം എന്തിനാണ് അവിടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണോ വന്ന് കിടക്കേണ്ടത്? ഇനി നിങ്ങൾ അസുഖം മാറാൻ വേണ്ടി എങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇത്രയും പബ്ലിക്കായിട്ട് വീഡിയോ ഇടാൻ പാടില്ലല്ലോ. എന്തിന് പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടു? അതായത് നിങ്ങളുടെ അച്ഛൻ കാണും, സഹോദരങ്ങൾ കാണും, റിലേഷൻ കാണും. ഇവരൊക്കെ കാണുമ്പോഴേ ഇതില്ലേ, നിങ്ങൾക്കൊരു നാണക്കേടില്ലേ? അതാണ് എനിക്ക് ചോദിക്കാൻ. ആ തന്തക്കും തള്ളക്കും നല്ല നാണക്കേടുണ്ടാവും. പക്ഷെ അവർക്ക് പറയാൻ കഴിയില്ലല്ലോ. മകളോട് പറയാൻ കഴിയുമോ നീ മോളെ ഇങ്ങനെ നടക്കില്ലാന്ന്? തൊലി ഉരിഞ്ഞു പോകുന്നുണ്ടാവും ചിലപ്പോഴും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് ഇവരോടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൊടുക്കുന്ന മെസ്സേജുകൾ ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. നിങ്ങളെല്ലാവരും നാളെ മുതൽ ഇങ്ങനെ പോയിക്കോ, ഇല്ലേ നിങ്ങളെല്ലാവരും ഇതുപോലെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ള തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള വൃത്തികേടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരാൾ പോലും ഇങ്ങനെയുള്ള മസാജ് കേന്ദ്രത്തിലൊന്നും പോലെ പോകുന്നവർ പോയിക്കോട്ടെ, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള അല്ലെങ്കിൽ നല്ല കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കണം എന്നുള്ള ഒരാൾ പോലും പോകരുത്. നന്ദി, നമസ്കാരം.